എൻ്റെ പൊന്നളിയ നമ്മളൊരു ചെറിയ പരിപാടിയായിട്ട് വന്നേക്കുവാണ്. വേറൊന്നുമില്ല, നമ്മളൊരു ദിവസം എങ്ങനെയാണ് വന്ന് പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോമ്പ് കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരത്തെ എണീക്കേണ്ടതുണ്ട്. സോ രാവിലെ എണീറ്റ് അത്താഴം കഴിഞ്ഞ് നമുക്ക് നേരെ പള്ളിക്ക് വെച്ച് പിടിക്കാം. പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് ഉസ്താദിൻ്റെ ഒരു ചെറിയ ക്ലാസ്സും കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരേണ്ടതുണ്ട്. കാര്യം നമുക്കിന്ന് ഒരുപാട് പണിയുള്ളതാണ്. നമ്മളെ ഫസ്റ്റ് പരിപാടി ഹോഴ്സ് റൈഡിങ്ങാണ്. നമ്മൾ എന്ന് റൈഡ് പോകത്തില്ല. എൻ്റെ അവളുടെ മൂഡ് സെറ്റാണെങ്കിൽ മാത്രമേ നമ്മൾ റൈഡ് പോകും. ഇന്ന് ഞാൻ നല്ല മൂഡിലാണ് ഉള്ളത്, പക്ഷേ അവളുടെ മൂഡ് അത്ര ശരിയല്ലെന്നാണ് തോന്നണം. എന്നാലും നമ്മൾ പോവും, ഇല്ലേ കഥയ്ക്കൊരു ഗുമ്മ വരത്തില്ല. അങ്ങനെ നമ്മളവൾക്ക് ബ്രൈഡിൽ വിട്ട് സാഡിലെല്ലാം ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇതിന്റെ പുറത്ത് എങ്ങനെ കേറും? സവാരി അറിയാന്ന് പറഞ്ഞു. കുതിരയ്ക്ക് സവാരി അറിയാലോ, നമുക്കറിയില്ലെങ്കിലും. ദൈവമേ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്ത് ഏറി വരുന്നു. നമുക്ക് പെട്ടെന്ന് പോകണം. കാര്യം പോണ പോക്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പയ്യനവിടെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അവൻ കൊച്ചിന് ദോശ ഇട്ടുണ്ടെന്ന് അവനെ വിളിച്ച് വെളിയിറക്കിയിരിക്കണം. കയ്യിൽ ചട്ടവും കാണും, അതുകൊണ്ട് പെട്ടെന്ന് പോവാം. ഓടി അവളെ ഊപ്പാടുള്ളത് എൻ്റെ പറഞ്ഞിറങ്ങി നടക്കാം. എന്നാൽ പിന്നെ നടക്കാമെന്ന് ഞാനും വിചാരിച്ച്. ഈ നടത്തം സ്ഥിരമുള്ളതാണ്. കാര്യം അണ്ടർകുണം പഞ്ചായത്തിൽ ഇച്ചിരി പച്ചപ്പുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കും. ഇതിലിപ്പോൾ രണ്ടുണ്ട് ഗുണം. നമ്മളെ വായനോട്ടം നടക്കും, അവളെ വിശപ്പം മാറും. അവളെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വിടാം. ഇതിൻ്റെ മേലെ ഇരിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്, പക്ഷേ ഇരിക്കാൻ അത്ര സുഖമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് ഇടയ്ക്കൊരു റെസ്റ്റ് എനിക്ക് നല്ലതാണ്. ഇനി അവളുടെ ഓട്ടത്തിന് ഇച്ചിരി പവർ കൂടുതലായിരിക്കും. കാര്യം പോണ വഴിയിൽ ഒരു കടയിൽ നിന്നൊരു ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇനി അവിടെ ചെല്ലുമ്പോഴേ അവൾ നിൽക്കൂ. ആ കട അവധിയാണെങ്കിൽ ഞാൻ പെട്ട്, ബിസ്ക്കറ്റ് തിന്നാതെ അവൾ വരത്തില്ല. എന്നും കൂടെ ക്യാമറമാനൊന്നും കാണത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുത്തനെ പൊക്കിയതാണ്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇറങ്ങി പോടാ പുല്ലേ എന്നുള്ള മട്ടിലാണ് അവളെ വരവ്. കാര്യം ബിസ്ക്കറ്റ് തിന്നാനായിട്ട് ഇന്ന് കട തുറന്നില്ല. പടച്ചവനെ, ഓട്ടത്തിൽ കാല് തട്ടി മുറിഞ്ഞതെന്നാണ് തോന്നണം. എന്തായാലും നമുക്കിനിപ്പോൾ അടുത്ത പരിപാടി നോക്കാം. നമുക്കിവിടെ കുറച്ച് പിള്ളേരുണ്ട്, അവർക്കുള്ള ഫീഡ് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് റയാക്കുള്ള ഫീഡ് സെറ്റ് ചെയ്യണം. അവളുടെ പേര് റയാന്നാണ്. സോ നമുക്കിനി പേര് വിളിച്ച് സംസാരിക്കാം. വേറൊന്നുമല്ല, ഞാൻ അവളെ കുതിരയെന്ന് പറയാറുമില്ല. അവളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുതിരയെന്ന് പറഞ്ഞ് സംസാരിക്കാറുമില്ല. ഞാൻ അവളെ പേര് വിളിച്ചാണ് സംസാരിക്കുന്നത്. കുതിരയെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേനും നമുക്ക് ഒരു അകൽച്ച ഫീൽ ചെയ്യും. നമുക്കിപ്പം പേര് വിളിച്ച് തന്നെ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഓടി ഊപ്പാടൊന്ന് കാലൊക്കെ മുറിച്ച് വെച്ചിരിക്കുകയല്ലേ, നമുക്ക് കുറച്ച് കട്ടിക്ക് തന്നെ കൊടുത്തളയാം. റൈഡ് കഴിഞ്ഞാൽ ഉടനെ നമ്മളവൾക്ക് ഫുഡ് കൊടുക്കാറില്ല. ഒന്ന് റിലാക്സ് ആയതിനു ശേഷം, അവളെ ബ്രീത്തിങ് എല്ലാം ഓക്കെ ആയതിനു ശേഷം ഫുഡ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ റൈഡ് കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ അവളുടെ ബ്രീത്തിങ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി അവൾക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ആ ബെസ്റ്റ്, നീയല്ലടാ പറഞ്ഞത് നിനക്ക് നോമ്പാണെന്ന്. എന്നാൽ ഇതെനിക്കുള്ളതല്ല. നമുക്കിവിടെ കുറച്ച് വില്ലന്മാരുണ്ട്, അവന്മാർക്കുള്ളതാണ്. അവന്മാർക്കുള്ള ഫുഡ് സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് കൂടിനകത്ത് കയറാം. ഇവരെല്ലാം ഇവിടെ വിരിഞ്ഞിറങ്ങിയ നമ്മൾ പിള്ളേരാണ് കേട്ടോ. എല്ലാവരും അടിപൊളിയാണ്, എല്ലാവരും സെൽഫ് ഈറ്റിംഗ് ആണ്. എന്നാലും നമ്മൾ 2 നേരം ആൻഫീഡ് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അവരുടെ ഹെൽത്തിൽ നല്ലതാണ്, നമുക്കൊരു റിലാക്സേഷൻ ആവും. ഇപ്പുറത്തിരിക്കുന്നവന്മാർ ഇച്ചിരി പ്രശ്നക്കാരാണ്. അവന്മാരെ ഇവിടുത്തെ വില്ലന്മാർ. ഇവർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് അവന്മാർക്കും കൊടുക്കും. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തരം കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ ഞോണ്ടും. ഇത് ഇവരെ പിള്ളേരല്ല. അതാണ് അതെങ്ങനെയുള്ള തറയിൽ പോയത്? എടാ മോനെ, പറഞ്ഞ് തീർന്നില്ല. അതിൻ്റെ ഇടയിൽ അവളെടുത്ത പണി നോക്കിയാണ്. വല്ല കാര്യമുണ്ടാ? ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് ഇവരെ പിള്ളേരല്ല. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടുകൂടാ. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞോണ്ടും. നമുക്ക് നിലവിലിപ്പോൾ 2 ബ്രീഡിംഗ് പേരാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരു പേരിൻ്റെ 2 ബാച്ചിലുള്ള 4 പിള്ളേരാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഇതിനകത്തുള്ളത്. ഒരാൾ കൂടിയുണ്ട്, അത് സ്പെഷ്യലാണ്. അത് നമുക്ക് പിന്നെ കാണിച്ചു തരാം. നമ്മളിൽ നേരത്തെ കുറച്ച് സ്മാൾ കോണേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 7 പേര് ഒരുമിച്ച് പറന്നങ്ങ് പോയി. ഒരുമിച്ച് പറന്നു പോയതല്ല, നമ്മൾ ഉമ്മയുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് അത് പറന്നു പോയതാണ്. അതിൽ 2 പേര് തിരിച്ചു വന്നായിരുന്നു, 5 പേര് വന്നിട്ടില്ല.
5 പേര് വരാത്ത വേറൊന്നും കൊണ്ടല്ല, നമ്മളെ അറ്റ്മോസ്ഫിയറിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. തിരിച്ചു വന്ന 2 പേര് നമ്മളെ പെങ്ങളെ കയ്യിൽ നിന്ന് വീണ്ടും പറന്നുപോയി. അതിനുശേഷം ഇപ്പോൾ സണ്ണ് മാത്രമേ ഉള്ളൂ. ഭീകരൻ കൊട്ടും ഭീകരൻ. ഇതാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. എനിക്കിവിടെ ഒരു പൊടിക്കുപ്പിയുണ്ട്, അവൻ ഇവിടെ പീക്കു എന്നാണ് വിളിക്കണേ. അതുകൊണ്ട് ആ വിളി ഞാനും അങ്ങ് സ്ഥിരമാക്കി. ഇവർക്ക് നമ്മൾ കുറച്ച് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് പെട്ടെന്ന് ഇളകുന്ന ആൾക്കാരാണ് ഇവർ. നല്ല അറ്റാച്ച്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ പറിച്ച് കളഞ്ഞാൽ പോലും പോകത്തില്ല. 3 മാസമേ ആയിട്ടുള്ളെങ്കിലും അവളിപ്പോൾ അത്യാവശ്യം നമ്മളുമായിട്ട് നല്ല ടൈംസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ടാമത്തെ നരിച്ചിലിൻ്റെ പെറ്റാണ് അവൾ. ദാ ഇവനാണ് ആള്. കാക്കു കീക്കു കൂക്കു എന്നൊക്കെ വിളിച്ച് അവസാനം പീക്കു ആക്കിയത് അവളാ. ഇതാണ് മോനെ പണി. സ്റ്റേബിൾ ഡെയിലി ക്ലീൻ ചെയ്യണം. അതെന്നും രാവിലത്തേക്കുള്ള പണി അവൾ തരും. നല്ല ബാത്റൂം മാനേഴ്സ് ഉണ്ടായിരുന്ന പെണ്ണാണ് ഇവള്. ഇവള് സ്റ്റേബിളിനകത്ത് യൂറിൻ പാസ് ചെയ്യില്ലായിരുന്നു, ചാണകടയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒരുപാട് നാൾ അവൾ ആ മാനേഴ്സ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് 2 പയ്യന്മാർ നാട്ടിൽ പോയി. പിന്നെ അവളെ സമയത്ത് അവന് പുറത്തിറക്കാനും പറ്റാതായി. അവളെ മാനേഴ്സും പോയി, എല്ലാം പോയി. ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയൂല. കാര്യം ഇതൊക്കെ പിടിച്ചിരുത്താൻ പറഞ്ഞ സംഗതിയാ. അതിനെ സമയത്ത് പുറത്തിറക്കിയാലേ അതിന് പോകാൻ പറ്റൂ. ഇത് എത്രയും പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കും. ഞാൻ രാവിലെ 8 മണിക്ക് പോകും, രാത്രി 1:30-2 മണിയാകുമ്പോൾ വരും. ഇതിൻ്റെ ഇടയിൽ അവളെ കാര്യം നോക്കാനായിട്ട് സത്യം പറഞ്ഞാൽ സമയമില്ലാതായി. അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയായി മിഷ്യനിൽ കുളിപ്പിക്കണത്. അതിപ്പോൾ പ്രഷറിട്ട് കുണ്ടിക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആർക്കാലും ദേഷ്യം വരൂലേ. പക്ഷേ നമുക്കിതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഈ പരിപാടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോഴൊന്നും കുളിപ്പിച്ച് തീരൂല. ഓസിന് കുളിപ്പിക്കാമെന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ വേണം. നമ്മൾ സ്റ്റേബിൾ ഡെയിലി ക്ലീൻ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കിച്ചണിൽ കൂടെ ചേർന്നാണ് നമുക്ക് സ്റ്റേബിൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. എന്നാലും ചെറിയ സ്മെല്ലൊക്കെ കാണും. ആദ്യം കുറച്ച് മുറിവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പ്രശ്നമില്ല. 11:30 മണിയായി. ഇവിടുത്തെ പരിപാടികളെല്ലാം പെട്ടെന്ന് ഒതുക്കിയിട്ട് കുളിച്ച് റെഡിയായി നമുക്ക് കടയിൽ പോവാം. ഇവൻ്റെ ഒന്ന് ഒരു ഉമ്മ മേടിക്കാനാ ചടങ്ങ്. ഒരു നീണ്ട ലിസ്റ്റും തന്ന് അവൻ്റെ ഡിമാൻഡ് മൊത്തം അംഗീകരിച്ചാലേ ഉമ്മൻ തരൂ. അപ്പോൾ രാവിലത്തെ വീട്ടിലെ അംഗം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത അംഗം പോത്തൻകോട്ട് കടയിൽ. അങ്ങനെ നമ്മളെ കടയിലെത്തിയിട്ടുണ്ട്. ഇതാ കട? ഇതല്ല കട, ഇതാണ് നമ്മളെ കട. ഞാൻ 11:30-ക്കാണ് എത്തിയെങ്കിലും കട രാവിലെ 7 മണിയാകുമ്പോൾ ഓപ്പൺ ആകും കേട്ടോ. അങ്ങനെ അടുത്ത അംഗത്തിനുള്ള സമയമായിട്ടുണ്ട്. എടാ മോനെ, 11:30 ആയപ്പോൾ ബിരിയാണി റെഡിയായ? മൃണാൾ പറയും കണക്ക് എൻ്റെ കടയിൽ ബിരിയാണി ആയത് ഞാൻ പോലും അറിഞ്ഞില്ലാന്ന്. എന്തായാലും ബിരിയാണിയുടെ പാർസൽ തകർത്തിയാ നടക്കുന്നുണ്ട്. നടക്കട്ടെ. ബിരിയാണി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു 10-25 ബിരിയാണി നേരത്തെ പൊതിഞ്ഞങ്ങ് വയ്ക്കും. അതാകുമ്പോഴത്തേക്കും പാർസൽ വന്നു കഴിഞ്ഞാൽ പടപട എടുത്ത് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കാനും പാഴ്സലും കൂടെ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി ഡിലേ ആയി പോകും. തള്ളി ആരുടെ ഇത്? ആന്റണി, അലിയാരുടെ വലങ്കൈ. ആ, അടിപൊളി. വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് BGM ഒക്കെ ഇട്ട് നിന്നപ്പോൾ വിചാരിച്ച് എന്തോ സംഭവം ഉണ്ടെന്ന്. ഇത് ആട്ടോയിൽ സൈഡ് സീറ്റ് പിടിക്കാനുള്ള നിപ്പായിരുന്നു അത്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയല്ലേ, അതുകൊണ്ടിട്ട് പയ്യന്മാരെല്ലാവരും പള്ളിയിൽ പോയിരിക്കുക. വേറെ സംഗതിയൊന്നും ഇല്ലെങ്കിലും കറക്റ്റ് വെള്ളിയാഴ്ചയും പെരുന്നാളും പയ്യന്മാർ പള്ളിയിൽ പോകും. അപ്പോൾ ചോദിക്കും, വലിയ ഡയലോഗ് അടിക്കണം, നിനക്ക് പള്ളിയിലൊന്നും പോകണ്ടേടേന്ന്. പിന്നെ പോകണ്ടേ, ഇവിടെ അടുത്തൊരു അറബി കോളേജ് ഉണ്ട്. അവിടെ 1:10 ആകുമ്പോഴത്തേക്കും നിസ്കാരം കഴിയും. 1:10 ആകുമ്പോഴത്തേക്കും അവർ വരും. സോ അപ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് വിടും. എന്തായാലും അവർ വരുന്നവരെ ഇനി നമ്മൾ അംഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നോമ്പ് സമയം ആയതുകൊണ്ടിട്ട് തന്നെ കച്ചവടം ഇച്ചിരി ഡൗൺ ആണ്. എന്നാലും വെള്ളിയാഴ്ച ആയതുകൊണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ന് പാഴ്സൽ പോകുന്നുണ്ട്. രാവിലത്തെ കാപ്പിയുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ഊണില്ല, ബിരിയാണി മാത്രമേ ഉള്ളൂ. അത് പിന്നെ നമ്മളെ സ്വന്തമായിട്ട് തള്ളാൻ പിന്നെ നമുക്ക് വേറെ ആരുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ ആദ്യം ഒരു 25 ബിരിയാണി എടുത്ത് വെച്ചിരുന്നത് ഫുള്ള് കാലിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു 25 ബിരിയാണി ടപ്പനെ പൊതിഞ്ഞ് വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം പെട്ടെന്ന് കൊടുക്കാൻ പറ്റത്തില്ല. സമയം 1:10 കഴിഞ്ഞ് പോയ ആൾക്കാർ ആരെയും കാണാനില്ല. ഇനി അവരെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പോക്ക് മുടങ്ങും. അതുകൊണ്ടിട്ട്
നമുക്ക് പതുക്കെ വിടാം, അവർ വരുമ്പോൾ വരട്ടെ. എന്തായാലും നമ്മൾ കുറച്ച് പാഴ്സൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് തീർന്നതിന് മുന്നേ അവർ വരുമായിരിക്കും. എന്തായാലും നമുക്ക് നേരെ പള്ളിക്ക് വെച്ച് പിടിക്കാം. നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരണം, കാര്യം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. പെട്ടെന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ പയ്യന്മാർ ഊപ്പാട് വരും. ആ ബെസ്റ്റ്, നേരത്തെ മാസ് BGM ഇട്ട് പോയ ആളാ, അതായിരുന്നു ഉറക്കം തോന്നുന്നു. പഠിച്ചോരെ ഉറങ്ങിയ സ്വർഗത്തിൽ ഉണർന്നത് നരകത്തിലോ? വല്ലാത്തൊരു യോഗം തന്നെ. എവിടെയാണ് സ്ഥലം? തിരക്കെന്നും പറഞ്ഞ് അന്തം വിട്ട് വന്നതാ, ഒരു കാര്യമില്ല. പടച്ചവനെ 3:30 മണിയായി, ബിരിയാണി ഇതുവരെ തീർന്നില്ല. ചായ റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചായ കുടിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. ഓരോന്നായിട്ടൊക്കെ ബിരിയാണി പോകുന്നുണ്ട്. എന്തായാലും 5 മണിയായി, നമുക്കൊന്ന് പള്ളിയിൽ പോയി അസർ നിസ്കരിച്ചിട്ട് പതുക്കെ വരാം. ചൂടും നോമ്പും എല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ കൂടെ കിടന്നിട്ട് പോവാം. അസറിന് ശേഷം കിടന്നോളെന്നാണ്, എന്നാലും കുഴപ്പമില്ല. തിരിച്ചു വന്നപ്പോഴത്തേക്കും ബിരിയാണി തീർന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. കാര്യം വേറൊന്നുമില്ല, ഉണ്ടാക്കുന്ന സാധനങ്ങൾ സമയത്ത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഒരു ഉത്സാഹം വരും. നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു മുതുക്ക് ക്ലാസ്സിൽ ജ്യൂസുമായിട്ട് അബ്ബാസ് പോയിട്ടുണ്ട്. നമ്മളിവിടെ 5 പയ്യന്മാർക്ക് നോമ്പുണ്ടെങ്കിലും നോമ്പ് തുറ എന്നും ഗ്രാൻഡായിരിക്കും. മിക്ക ദിവസവും നോമ്പ് തുറക്കാൻ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് കാണും. ഇന്നും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. താത്ത നമ്മളെ കസ്റ്റമറാണ്. താത്ത നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വിളിച്ച് പറഞ്ഞിട്ട് വന്നതാണ്. ഈ ഒരു മുതുക്ക് ഗ്ലാസ് കഞ്ഞിയുടെ ബലത്തിലാണ് 11 മണി വരെ ഇനി നമുക്ക് ഓടാനുള്ളത്. ഉച്ചയ്ക്ക് ചെറിയ ശോകം അടിച്ചെങ്കിലും വൈകുന്നേരം അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് പോണേന്നുണ്ടെങ്കിൽ 10 മണിയാകുമ്പോൾ ഇന്ന് സാധനം തീരും. സത്യം പറഞ്ഞാൽ നോമ്പ് തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം നടന്നു നിന്നാ. ഇനിയിപ്പോൾ ശനി ഞായറും കൂടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾ കാണും. അത് കഴിയുമ്പോൾ തിങ്കളാഴ്ച തൊട്ട് വീണ്ടും ഡൗൺ ആവും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ അതൊരു ശീലമായി. ചില ദിവസം കിവില തെറ്റി പ്രാന്ത് പിടിച്ച് കിളി പറഞ്ഞായിരിക്കും വീട്ടിൽ പോണത്. വീട്ടിൽ ചെന്ന് നമ്മളെ പിള്ളേരെടുത്ത് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേനും മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. അതാണ് ആകെ ഒരു സമാധാനം. നിന്റെ ബില്ല് എത്ര കളിയാ? 1000. ബാലൻസ് എത്ര ഉണ്ടോ നോക്കിയാളെ? 1260. ഇതുവരെ സംഭവം എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ഇച്ചിരി ഡാർക്കാ. വേറൊന്നുമല്ല, രാവിലെ സാധനം വെച്ചവന്മാരെല്ലാം ഇപ്പോൾ ഇൻഡാസുമായിട്ട് വരും. പൈസകൾ കൊടുക്കും, എണ്ണി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ മുട്ടയ്ക്ക് ഇപ്പോൾ വന്നിട്ട് പോയി. ഇനി ഗ്യാസ് വരും, ചിക്കൻ വരും, ബീഫ് വരും, പിന്നെ ഇനി എന്തൊക്കെയോ വരും. പറഞ്ഞ് തീർന്നില്ല. അതാ വന്ന് നിൽക്കുന്നത്, രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വന്നത്. ബില്ല് എത്ര കളിയെന്ന്? നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായി പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടതാ. 10 മണിയായി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശമുള്ള സാധനങ്ങളെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ക്ലോസ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി നേരത്തെ പോയി കിടന്ന് ഉറങ്ങാം. കാര്യം നോമ്പായതിനു ശേഷം നമുക്ക് ഉറക്കം കുറച്ച് കുറവാണ്. അതുകൊണ്ടിട്ട് ആ വാട്ടം എന്ന് തീർക്കണം. എന്തായാലും വിശന്നിട്ട് കുടൽ തള്ളക്കി വിളിച്ച് തുടങ്ങി. അതുകൊണ്ടിട്ട് നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം. കുറച്ച് പ്രോട്ടീനും കുറച്ച് ഫൈബറും. ഓക്കെ, സെറ്റാണ്. നമുക്കിനൊരു ഏറ്റ പരിപാടി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കണക്ക് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ. ഡെയിലിയുള്ള കണക്ക് നമ്മൾ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അത് ബുദ്ധിമുട്ടാവും. നമ്മൾ എങ്ങനെയൊക്കെ തലകുത്തി നോക്കിയാലും ഇറങ്ങുമ്പോൾ 12 മണി തന്നെ.
നമ്മളെ ടൈം ഷെഡ്യൂൾ വരുന്നത് രാവിലെ 7 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ്. ഇന്നിപ്പോൾ നേരത്തെ അടച്ചുകൊണ്ടിട്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ സാധാരണ 1 മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. വലിച്ച് കട പൂട്ടി ഇറങ്ങിയതാ. ഒരു കാര്യം മറന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ ഫുഡ് കൊടുത്തിട്ടില്ല. സംഭവം മറന്നുപോയി. അപ്പോൾ അവർക്കുള്ള ഫുഡും കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോവാം. കാര്യം നമ്മളെ കാത്ത് ഒരാളവിടെ വെയിറ്റിംഗ് ആണ്. 12:30 മണി കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങി. പക്ഷേ ഇതാ അവൾ നിൽക്കുന്ന നിപ്പ് കണ്ട, അതാണ് അവളുടെ സ്നേഹം. ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളെന്നും കടയിൽ നിന്ന് വരുമ്പം ഒരു ക്യാരറ്റും കൂടി എടുത്തിട്ടാണ് വരുന്നത്. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ ക്യാരറ്റ് എടുക്കാൻ മറന്നു. പൊന്നെ അവൾ പിണങ്ങി കേട്ടാ. സത്യം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വീട്ടിൽ വരാനുള്ള ഒരു തിരക്കിൻ്റെ ഇടയിൽ സംഗതി മറന്നു. അവൾ ആകെ പിണക്കത്തിലാണെന്നാണ് തോന്നണത്. അയ്യോ, പോട്ടടി പിണങ്ങല്ലേ. നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. രാത്രിയത്തേക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് വീട്ടിൽ നമുക്ക് ആരെങ്കിലും വിളിച്ചോണത്താം. നമ്മളെപ്പോലെ തന്നെ ഇമോഷണലാണ് അവളും. പിണങ്ങാനും അറിയാം, ദേഷ്യം കാണിക്കാനും അറിയാം, സങ്കടം കാണിക്കാനും അറിയാം. അവൾക്ക് എല്ലാത്തിനും അറിയാം. ഫ്രിഡ്ജിൽ തണ്ണിമത്തം കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ തണ്ണിമത്തം കിട്ടിയില്ല, തോട് മാത്രമേ കിട്ടിയുള്ളൂ. തോടെങ്കിൽ തോട് ഉള്ളതാവട്ട്. അവളെ പിണക്കം മാറ്റാം. ഒരു രക്ഷയില്ല. 1 മണിയായി. നമ്മളെ പിള്ളേർ നമ്മളെ കാത്തിരുന്ന് ഉറങ്ങിയതാ. നമ്മൾ വന്നപ്പോഴേ എണീറ്റത്. നമുക്ക് അവർക്കുള്ള ഫീഡും കൊടുത്തതിന് ശേഷം നമുക്ക് അകത്ത് പോവാം. നമ്മളെ തിരക്കി പീക്ക് അവിടെ ഇരിപ്പുണ്ട്. അവൾക്ക് ഫുഡ് കൊടുത്ത് അവളെ ഉറക്കണം. ഇവിടെ എല്ലാവരും പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണ്. ഇടയ്ക്ക് വീട്ടിലും പറയുന്നേക്കാം. പക്ഷേ ഈ ഭ്രാന്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ അവൾ കിടക്കുന്ന കിടപ്പ് നോക്കിയാണ്. അവളിതാ കിടന്ന് ഇപ്പോൾ ഉറങ്ങി. അവൾ ഉറങ്ങി. നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. ശരി, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞു. ഇല്ല, ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ബെല്ലൈക്കനും കൂടെ അടിച്ചങ്ങ് പൊട്ടിച്ചിരാ. ബാക്കി വന്നിടത്ത് വെച്ച് കാണാം.